നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാങ്കിംഗ് മെറ്റൽ സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈയിങ്ങിനെ തുടർന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1583.37 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 489.76 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയും ഉണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 24,900 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകുള്ളൂ. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജായ 20-ഡേ EMA നിലനിൽക്കുന്നത്. എന്നാൽ അതേസമയം 24,900 എന്ന ലെവൽ നിഫ്റ്റി അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലും തുടർന്ന് 25,100, 25,250 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഈ ലെവലുകളെല്ലാം നിഫ്റ്റി അതിശക്തമായി മറികടന്നുകൊണ്ട് അവയ്ക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. അതേസമയം നിഫ്റ്റിക്ക് 24,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ 24,600 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല. എങ്കിലും രാവിലെ 10:00 ഇന്ത്യയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ HSBC കോമ്പോസിറ്റ് PMI ഫൈനൽ ഡേറ്റയും അതേസമയം തന്നെ HSBC സർവീസ് PMI ഫൈനൽ ഡേറ്റ സെപ്റ്റംബർ മാസത്തെയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് 10:00 നടക്കാനിരിക്കുന്ന ഈ രണ്ട് ഇവൻറ്റുകളും ഇന്ത്യൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന നിലയിൽ നമുക്ക് കീനായിട്ട് വാച്ച് ചെയ്യേണ്ടി തന്നെ ഇരിക്കുന്നു. ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രധാനമായും 7 IPOs ആണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ക്യാപിറ്റൽ, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, റൂബിക്കോൺ റിസർച്ച്, കാനറ റെപ്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, മിറ്റൽ സെക്ഷൻസ്, വിവോക് ഇന്ത്യ മാനേജ്മെൻറ്റ്, ഗ്രീൻലീഫ് എൻവിറോടെക്, NSB BPO സൊല്യൂഷൻസ് തുടങ്ങി മേൽപ്പറഞ്ഞ 7 കമ്പനികളുടെ IPOs വഴി 30,000 കോടി രൂപ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADR മാത്രം ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ S&P 500 സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും എന്നാൽ അതേസമയം നാസ്ഡാക്ക് നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 71 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാനിലെ ഇന്റേണൽ പാർട്ടിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് പുതിയ നേതൃത്വം ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വരുമെന്നുള്ള പ്രതീക്ഷയെ തുടർന്ന് ഇന്ന് ജപ്പാൻ മാർക്കറ്റ് 4% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. 1,855 പോയിന്റുകളുടെ ഗ്യാപ്പാണ് ജപ്പാൻ മാർക്കറ്റിൽ നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും വിലയിൽ 1.5% ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിൻ്റെ വിലയിലും നിലവിൽ ഉയർച്ച തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.21 എന്ന നിലയിലും മാക്സ് പെയിൻ 24,900 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിൻ്റെ ഫലമായിട്ട് ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിൻ്റെ 100-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജായ 20-ഡേയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50-ഡേ EMAയുടെയും താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്.
വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 24,800 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,900 എന്ന സ്ട്രൈക്കിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.13 എന്ന നിലയിലും മാക്സ് പെയിൻ 55,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെക്ഷനുകളിലായിട്ട് നിഫ്റ്റിയേക്കാളും മികച്ച പ്രകടനമാണ് ബാങ്ക് നിഫ്റ്റി കാഴ്ചവെക്കുന്നത്. തൽഫലമായി ബാങ്ക് നിഫ്റ്റിക്ക് അതിൻ്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലായിട്ട് വെള്ളിയാഴ്ചത്തെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. തൽഫലമായി ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് കാണുവാനായിട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും സാധിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സീഗൽ ഇന്ത്യ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്നും 2 ഓർഡറുകളിൽ നിന്നായി 1,300 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഫോഴ്സ് മോട്ടോഴ്സ് സെപ്റ്റംബർ മാസത്തെ സെയിൽസ് ഡാറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 1.79% ഉയർച്ചയാണ് ടോട്ടൽ സെയിൽസിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് CNBC TV18 റിപ്പോർട്ടുകൾ പ്രകാരം ഫ്ലിപ്കാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനിയിലുള്ള 6% വരുന്ന സ്റ്റേക്ക് അഥവാ $112 മില്യൺ മൂല്യം വരുന്ന ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിച്ചേക്കാമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇൻഡുസിൻ ബാങ്ക് ക്വാർട്ടർ 2 ബിസിനസ് അപ്ഡേറ്റിൽ നെറ്റ് ഡിപ്പോസിറ്റിൽ 5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് അഡ്വാൻസിൽ 8% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ബാങ്ക് ഓഫ് ബറോഡ ക്വാർട്ടർ 2 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഗ്ലോബൽ ബിസിനസ്സിൽ 10.47% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഗ്ലോബൽ അഡ്വാൻസസിലും 11.9% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഗ്ലോബൽ ഡിപ്പോസിറ്റ്സിലും 9.28% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായപ്പോൾ ഡൊമസ്റ്റിക് ഡിപ്പോസിറ്റിൽ 9.66% വളർച്ചയും ഡൊമസ്റ്റിക് അഡ്വാൻസസിൽ 11.49% കുതിച്ചുചാട്ടവും നടത്തുകയുണ്ടായി. ബന്ധൻ ബാങ്ക് ലോൺ ആൻഡ് അഡ്വാൻസസിൽ 7.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 10.9% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 20.8% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഗ്രോസ് അഡ്വാൻസിൽ 22.4% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഈ പറഞ്ഞതെല്ലാം ക്വാർട്ടർ 2 അപ്ഡേറ്റ്സ് ആണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.